ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ പേര് കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനമെന്നാണ്. ഉടമ്പടിയിൽ ദൈവവുമായി ജീവിത വിശുദ്ധിക്കും ശക്തിക്കും വേണ്ടി ദൈവവുമായി ഒരു കരാറ് എടുത്തവരെ പാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും അതുവഴി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശക്തിയെക്കുറിച്ചുമുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ധ്യാനത്തിൽ കേൾക്കുന്നത്. ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ കണ്ണ് ചില സമയത്ത് അറിയാതെ നനഞ്ഞു പോകും. സാക്ഷ്യത്തിൻ്റെ വിശേഷത്തെക്കാൾ ഉപരി അമ്മ ഈജിപ്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പം നടക്കണതെന്ന് ഓർക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ 2 മരിയൻ അനുഭവങ്ങളാണ് ക്യാപിറ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയാവുന്നതുള്ളത്. ഒത്തിരിയേറെ മൈനർ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടാവും, പക്ഷേ മേജറായിട്ട് 2 എക്സ്പീരിയൻസാണ്. അതിലൊരു എക്സ്പീരിയൻസ്, മേജർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ മേജർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം റെക്കർ ചെയ്യുന്ന മൈനർ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ട്. പലപ്പോഴും ഈ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവർ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആന്തരികമായ ഒരു ആഗ്രഹം എന്ന് പറയണത്, നിങ്ങൾ ദൈവത്തെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യണം. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യണം. ഇപ്പം തന്നെ ബാംഗ്ലൂരത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ. അപ്പം ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസം വന്നപ്പോൾ അവിടുത്തെ അച്ഛനാണ് ചേച്ചിയോട് ഗൈഡ് ചെയ്തത്. ഇപ്പോഴൊത്തിരി അച്ഛന്മാർ ഉടമ്പടി ചെയ്യാൻ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തന്നെ പല കോൺഗ്രിഗേഷനിൽ നിന്നും കൂട്ടമായിട്ട് വന്ന് ഉടമ്പടി ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന അച്ചിട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്, നിഷേധിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അപ്പോൾ 2-3 വർഷമായിട്ട് വിറ്റുമാറാത്ത സ്ഥലം. ഉടമ്പടി ചെയ്തപ്പോൾ ചേച്ചി എന്നാ പറഞ്ഞത്, ഒറ്റാഴ്ച കൊണ്ടത് വിറ്റുമാറി. അതിനായിരുന്നു അവിടെ ആ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മർമ്മം അതാണ്. ശരിക്കും ചേച്ചിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള കാരണം വേറെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പൊതിഞ്ഞ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ മർമ്മം എന്ന് പറയുന്നത്, ഉടമ്പടി മർമ്മം എന്താ? സമയമാണ് ഉടമ്പടി മർമ്മം. കാര്യം ഉടമ്പടി ചെയ്തിരുന്ന കാലങ്ങളിൽ ഉടമ്പടിക്ക് 2 കാലമുണ്ട്. ഒന്ന് അതിൻ്റെ ഓറൽ ട്രഡീഷൻസ്, വാചിക പാരമ്പര്യ കാലം. വാക്കുകൊണ്ട് ദൈവം ആദ്യം ഉടമ്പടി എഴുതി കൊടുത്തില്ലായിരുന്നല്ലോ അല്ലേ? ആദ്യം ദൈവം എന്താ പറഞ്ഞത്? വാക്കാൽ പാട്ടമെന്നോ പറയത്തില്ലേ? വാക്കാൽ പാട്ടത്തിന് നിയമസാധ്യതയുണ്ട്. രജിസ്റ്റർ കച്ചേരി ചെല്ലുമ്പോൾ മനസ്സിലാകും. ചില കേസൊക്കെ ജയിക്കാൻ കാര്യം അപ്പൂപ്പന്മാരുടെ വാക്കാൽ പാട്ടമാണ്. അതിൻ്റെ പ്രൂഫായിട്ടുള്ള എന്തെങ്കിലും സബോർഡിനേറ്റ് രേഖകൾ കണ്ട കോടതി അംഗീകരിക്കും. ഇതുപോലെ ഉടമ്പടി ആദ്യം വാക്കാൽ ഉടമ്പടിയായിരുന്നു. എബ്രാഹത്തിനോടൊക്കെ ദൈവം പറഞ്ഞ എന്നാ? വാക്കാലാണ് പറയണത് അല്ലേ? ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് അവകാശമായി വരും. അപ്പോൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമാണ് അവകാശം. ഉടമ്പടി നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്യണത്, ഉടമ്പടി നമ്മളെ അവകാശികളാക്കും. കൈ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. അനുഗ്രഹവും അവകാശവും തമ്മിലുള്ള പ്രശ്നം എന്താ? അവകാശമായി കഴിഞ്ഞാൽ പിന്നെ അത് നെടുനാൾ കിട്ടും.
നിലനിൽക്കും. ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ഉടമ്പടി തെറ്റിച്ചപ്പോഴല്ലേ ആ ജോലി പോയത്, അല്ലേ? അത് ആ സാക്ഷ്യം പറയാൻ ഞാൻ അനുവദിച്ചതിൻ്റെ കാരണം, ചില ആൾക്കാരെങ്കിലും സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ ഉടമ്പടി ഉഴപ്പണുണ്ട്. 6 കാര്യങ്ങളിൽ ചിലപ്പോൾ സമയത്ത് അവർ കുമ്പസാരം താമസിപ്പിക്കും. കത്തോലിക്കരാണെങ്കിൽ ചിലർ വചന വായന താമസിപ്പിക്കും. ദൈവം കാലതാമസം വരുത്തിയില്ല, പക്ഷെ നമ്മളായിട്ട് കാലതാമസം വരുത്തരുത്. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ 2 മാസം കഴിയുമ്പോൾ ഉടമ്പടി ഉഴപ്പ് വന്ന് നീ ഉടമ്പടി വെക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം, ഇല്ലേ? നീ ഉഴപ്പിന് കൈകാലം വെച്ച പാർട്ടിയാണ്. ഇപ്പോൾ കാണിക്കുന്ന ആരംഭശൂരത്വം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ ഉടമ്പടി ഉഴപ്പാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഉടമ്പടി ലാഗ് ചെയ്യണത്. ഉടമ്പടി ധ്യാനത്തിലെ ഉടമ്പടിയുടെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്, അല്ല വേറെ വല്ലതൊക്കെ പറഞ്ഞിട്ടൊരു കഥയുമില്ല. അപ്പം നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ദൈവ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി അന്ത്യം വരെ ഒരേ സ്പിരിറ്റിൽ നിൽക്കുമെന്ന് ഒന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി ഞാൻ ചെയ്ത ഉടമ്പടി ആദ്യാവസാനം ഒരേ വിശ്വാസത്തിലും ഒരേ പ്രത്യാശയിലും നിലനിർത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ടാണ് ഈ 3 കൊല്ലമായിട്ട് വിൽക്കാത്ത സ്ഥലം വിറ്റുമാറണത്. കാരണം എന്താണ്? ഉടമ്പടി സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും വരുന്നൊരു വിഷയം, ഈ വാചിക ഉടമ്പടി ആദ്യം ചെയ്ത ആരോടാണ്? നോഹിനോടാണ് ചെയ്തത്. നോഹായുടെ പെട്ടകമൊക്കെ ഉണ്ടാക്കിയല്ലേ, നോഹിനോടാണ് ദൈവം വാക്കാൽ ഉടമ്പടി ചെയ്തത്. വലിയ പ്രളയത്തിൽ നിന്നാണ് ഏറ്റവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം വരുമ്പോഴാണ് ദൈവം. ഇപ്പോൾ ഈശോ ഇന്നലത്തെ സുവിശേഷത്തിൽ എന്താ പറയണത്? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്ത് പോകത്തില്ല എന്നാണ്, ഇല്ലേ? ഒരു എപ്പിലെപ്സി പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്തപ്പോഴാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. അവന് വായിൽ നിന്ന് നൊരയും പതയൊക്കെ പുറത്തേക്ക് ചാടി. ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈശോ പറഞ്ഞ, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഈശോ അവനെ സുഖപ്പെടുത്തി. അപ്പോൾ ബാധ അവനെ ഒഴിഞ്ഞുപോയി. അപ്പോൾ അത് ഒരേ സമയം തന്നെ ബാധയും ഉണ്ടാകാം, ചില സമയത്ത് തന്നെ എപ്പിലെപ്സി പേഷ്യൻറ്റും ആകാം. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ ഒഴിപ്പിക്കാൻ കഴിയാതെ വന്നത്? അപ്പോഴീശോ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതികൾ പുറത്ത് പോകത്തില്ല. അപ്പം പല ജാതി ഉണ്ടെന്നർത്ഥം, അല്ലേ? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതികൾ പുറത്ത് പോകത്തില്ല എന്ന് പറയും. അതിനർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ പല ജാതി പ്രശ്നങ്ങളുണ്ട്. എല്ലാ ജാതിക്കും ഉപവാസം മതി, പ്രാർത്ഥന മതി, നൊവേന മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓരോ ജാതിക്കും ഓരോ മരുന്നാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെയാണ് ഉടമ്പടി വരണത്. എന്തുകൊണ്ട് ഉടമ്പടി വരുന്നുവെന്ന് നിങ്ങളറിയണം. ഇപ്പോൾ ഒരു ചേട്ടായി വന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ അമ്മയെ ആദ്യം കാണുകയാണ്, അമ്മ പൊളിയാണെന്നൊക്കെ പറഞ്ഞില്ലേ? അത് നല്ല ലാംഗ്വേജ്, അവരുടെ ലോക്കൽ ലാംഗ്വേജ്. പക്ഷെ അത് ശരിക്കും ആ സാക്ഷ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായി. അവതരിപ്പിച്ച രീതി, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം അത് ആഴമായ ബോധ്യത്തിൽ ആ വിഷയം പറഞ്ഞിരിക്കണേ. കാര്യം അദ്ദേഹം അത്രയും വിഷമിച്ചിട്ടുണ്ട്, അല്ലേ? ദ്രവിച്ച കാലിൻ്റെ അകത്ത് പിന്നെയും എന്തോ ഇരുമ്പ് വീണ് ഞരമ്പ് ചതഞ്ഞു. ഞാൻ ആ സാക്ഷ്യം ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, കാര്യം അത് പത്രവുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ്, ഇല്ലേ? പത്രവുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ്. പിതാവ് പറഞ്ഞിട്ടുണ്ട്, പത്രത്തിൻ്റെ സാക്ഷ്യം ഒത്തിരിയേറെ ഇങ്ങനെ പൊലിപ്പിച്ച് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആ വിഷയം വിടുകയാണ്. പക്ഷേ അമ്മ ആ വിഷയം വിട്ടിട്ടില്ലെന്ന് തോന്നണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നണം. എനിവേ, അത് സഭയ്ക്ക് കൂടുതൽ ബോധ്യങ്ങൾ കിട്ടേണ്ട ഒരു സബ്ജക്റ്റാണ്. സ്തുതിയുടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 സ്തോത്ര കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ കേട്ടാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മോസസിന് എബ്രാഹത്തിനും അതുപോലെ തന്നെ നോഹിനും ദൈവം ഉടമ്പടി കൊടുത്തു. മോസസിൻ്റെ കാലം വന്നപ്പോൾ ദൈവം അത് എഴുതി കൊടുത്ത്. ഉടമ്പടിയുടെ കാലം ഒന്ന് വാചിക ഒന്ന് ഓറൽ ട്രഡീഷനായിരുന്നു ആദ്യം. നോഹിനും എബ്രാഹത്തിനും പറഞ്ഞാൽ കൊടുത്തു, വാക്കാൽ പറഞ്ഞതാ. കാര്യം അവിടെ അസൈൻമെൻറ്റ് ചെറുതായിരുന്നു. കാര്യം വാഗ്ദാന നാട്ടിൽ അതിലില്ല. ദൈവം ഒരു സ്ഥലം അവർക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചു, സത്യദൈവത്തെ ആരാധിക്കാൻ. എബ്രാഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു, ദൈവം കുഞ്ഞിനെയും കൊടുത്തു. അത് അത്രയും മാത്രമേ അതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലക്ഷ്യങ്ങൾ അത്രയും ഗ്രാവിറ്റി ഉള്ളതല്ലായിരുന്നു. ഒരു സ്ഥലവും ഒരു കൊച്ചുമായിരുന്നു അതിൻ്റെ അകത്തുള്ളത്. പിന്നെ സന്തതി പരമ്പരകൾക്ക് ആ സ്ഥലം അവകാശപ്പെടുത്തുകയും. പക്ഷെ മോസസിൻ്റെ കാലം വന്നപ്പോൾ നേടിയെടുക്കാനുള്ള വിഷയം കുറച്ചുകൂടി ഗൗരവമായി. എന്നാ കാര്യം, എബ്രാഹവും മകനും എബ്രാഹിം മാത്രമല്ലേ ഉള്ളത്, 6 ലക്ഷം മനുഷ്യരായി. എബ്രാഹിം സന്തതി ജനങ്ങളെ പെരുകി 6 ലക്ഷമായി. 6 ലക്ഷമായിട്ട് ഇവർക്ക് കടക്കേണ്ടി വരുന്ന അസൈൻമെൻറ്റുകൾ, നേടേണ്ട ലക്ഷ്യങ്ങൾ മുമ്പത്തേക്കാളും മനുഷ്യന് സാധിക്കാൻ പറ്റാത്ത വിഷയമായി. എന്തൊക്കെയാണ് വരേണ്ടത്? അവർക്ക് ജെറിക്കോ കോട്ട തകർക്കണം. അത് ഇവരെക്കാൾ 10 മടങ്ങ് പ്രബലന്മാരാണ്. അപ്പോൾ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ജെറിക്കോയെ പ്രതിരോധിക്കാൻ സാധിക്കത്തില്ല. ഇനി ജെറിക്കോയെ പ്രതിരോധിച്ചവർ മുന്നോട്ട് പോയാൽ തന്നെയും ജബൂസ്യര്, ഫിലിസ്റ്റീൻസ്, കാനനേഴ്സ്, സാമരിറ്റൻസ്, അങ്ങനെ കുറേ കാട്ടുവർഗ്ഗങ്ങൾ അതുമായിട്ട് അടിക്കേണ്ടി വരും. ജോർദാൻ നീന്തേണ്ടി വരും. നീന്തണത് ഭയങ്കര ബലഹീനതയുള്ള പരിപാടിയാണ്. കാര്യം എന്താ, അവർക്ക് അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇവരെ വെള്ളത്തിനിട്ട് വെട്ടിക്കൊല്ലാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പം നടക്കാത്ത കാര്യമായതുകൊണ്ട് ഇവരൊരു തീരുമാനമെടുക്കും. എന്താ, നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോസസ് പറഞ്ഞത് ആത്മഹത്യാപരമാണ്. നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിട്ട് വീണ്ടും പോയി അടിമത്തത്തിന് വീണ്ടും ചെന്ന് പട്ടാങ്ങി പറഞ്ഞ് കഞ്ഞിക്കുടിക്ക് വേണ്ടി നമ്മുടെ ആത്മാഭിമാനം വിൽക്കണത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്, പറ്റത്തില്ല എന്ന് മോസസ് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതും വലിയ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഇനി അപ്പുറത്ത് എത്തിയാൽ തന്നെ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാവി ആശങ്കാജനകവുമാണ്, പ്രത്യാശയില്ലാത്തതുമാണ്. അതേസമയം തന്നെ ഭൂതം ആത്മഹത്യാപരമാണ്. ഇതിങ്ങനെ നടുക്ക് നിന്ന് മെഴുക് നട്ടം തിരിയണ ഒരു സമയത്താണ് ദൈവം പറയണത്, പോംവഴിയുണ്ട്, ഐ വിൽ കം വിത്ത് യു ഇൻ പേഴ്സൺ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. നിങ്ങളെ വലിയ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സാക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. അതറിഞ്ഞ് വേണം ഉടമ്പടിയിൽ. അതാണ് ഈ ഉടമ്പടിക്ക് കുറേ വിദ്യാഭ്യാസം വേണം. ശരിക്കും ഉടമ്പടിയുടേതായിട്ടുള്ള കുറേ വിദ്യാഭ്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവർക്ക് ഇത് ക്യാൻസർ മാറുന്ന പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും. അതില്ല. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയണത്, വാഗ്ദാനമെന്ന് പറയണത്, ആത്യന്തിക വാഗ്ദാനം, അൾട്ടിമേറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടങ്ങളുണ്ട് ഇവിടെ. എന്താ കാര്യത്തിൽ ഒരു ദിവസം 600 പേരൊക്കെയാണ് ഉടമ്പടി ചെയ്യണത്. അവിടെ ഇവിടെ വന്ന മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടി വരുമ്പോൾ ഈ 15 കൗൺസിലേഴ്സും ഉണ്ട്. ഇവരെല്ലാം കൂട്ടം കൂട്ടിരിക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിൽ ഇത്രയും ആൾക്കാരെ വന്നാൽ അതിൻ്റെ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധയോടുകൂടി ധ്യാനിച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. ഉടമ്പടി ഒരു തീരുമാനമാണേ, അല്ലാതെ എഴുതിയിട്ട് ഇങ്ങനെ ഉപകാരസ്മരണ അതുപോലെ തന്നെ അപേക്ഷക്ക് അതുപോലെ പെട്ടിയിടണമല്ല. ദൈവവുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തുകയാണ്.
ഇന്ന പാപങ്ങൾ നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുക. അപ്പോൾ ദൈവതിരുസന്നിധി വിശുദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോഴേ ദൈവം നമ്മളെ ശക്തീകരിക്കുകയാണ്. പിന്നെ രാത്രിയും പകലും ഊണിനും ഉറക്കത്തിലും നമ്മൾ ആ ഉടമ്പടി ഓർമ്മയിലാണ് ജീവിക്കണത്, നമ്മൾ പ്രവർത്തിക്കണത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ അദ്ദേഹം പത്രം വാങ്ങിച്ച് ഈശോനെ അറിയിക്കാൻ വേണ്ടി ജില്ല വിട്ടു പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹം ബൈപ്പേഴ്സിന് ഓരോ കുടുംബങ്ങളിൽ വിതരണം ചെയ്യുകയാണ്. വിതരണം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്? കർത്താവേ, കർത്താവിനെ അറിയാത്തവരെല്ലാം കർത്താവിനെ അറിയാൻ ഇടയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഏകരക്ഷകനായ അങ്ങയെ അറിയാത്ത മക്കള് അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. അങ്ങേ കൂടുതലായിട്ടറിഞ്ഞ് കർത്താവെ ആത്മരക്ഷ പ്രാപിക്കത്തക്ക തരത്തിൽ കർത്താവെ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആത്മരക്ഷ പ്രാപിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റുവാൻ അവിടുത്തെ കരുണ ചൊരിയണമേ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:14 ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ്, ആത്യന്തിക വാഗ്ദാനം. കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇതാണ് പ്രോമിസ്. അതാണ് ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ മോള് പറഞ്ഞില്ലേ, INC-യുടെ അക്രഡിഷൻ വേണമെന്ന് ഹൈക്കോടതി വിധിച്ചില്ലേ. കഴിഞ്ഞ 3 കൊല്ലം മുമ്പായി ഈ വിഷയം ഉണ്ടായത്. ഒത്തിരി പേര് വന്ന് അകപ്പെട്ടു പോയൊരു കേസാണത്. 3 കൊല്ലം മുമ്പ് കർണാടകയിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും, എല്ലാ യൂണിവേഴ്സിറ്റി നഴ്സിംഗ് കോളേജിനെല്ലാം INC-യുടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അക്രഡിഷൻ വേണമെന്ന് തീരുമാനമുണ്ടായി. അപ്പോൾ ഒത്തിരി പേര് പഠിത്തം നിർത്തി പോകുന്ന, അക്രഡിഷൻ ഇല്ലാഞ്ഞ കോളേജിൽ പഠിച്ചവരെല്ലാം പഠിത്തം നിർത്തി പോകുന്നതായിരുന്നു. അപ്പോൾ ചിലർ വന്ന് എന്നോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് വന്ന് വെച്ചും ചോദിച്ചു, വെച്ചാൽ ഞങ്ങൾ അക്രഡിഷൻ ഇല്ലാത്ത കോളേജിലാണ് പഠിക്കണത്, എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോരണോ തുടരണമെന്ന് ചോദിച്ചു. അതിനാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയണതേ. ഇപ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ കർത്താവ് കറക്റ്റ് കാര്യം പറയും. ഇപ്പം ഞാൻ അന്ന് മെസ്സേജ് എടുത്ത് എല്ലാവരോടും പറഞ്ഞു, മക്കൾ പോരരുത്, ഇത് തീരുമാനിക്കേണ്ടത് കർണാടക തന്നെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. എപ്പോഴായാലും വിധി നമുക്ക് അനുകൂലമാകും. പഠിത്തത്തിൽ എവിടെയാണ് നീ പഠിക്കണത് അവിടെ പഠിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ കൂടെ കൂടിയുള്ളൊരു ഗുണവതാണ്. അപ്പോൾ പഠിച്ച് കുറേ പൈസ കൊടുത്ത് പഠിച്ചിട്ട് അക്രഡിഷൻ ഇല്ല എന്നും പറഞ്ഞ് ആ കോളേജ് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് എന്തുമാത്രം കാശ് നഷ്ടപ്പെട്ടു, ഇയറും പോയില്ലേ. അവിടെ നിന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവിടെ നിന്നവർ തന്നെയാണ് ഇപ്പം ഹൈക്കോടതി തീരുമാനിച്ച്, അതാത് കർണാടകയുടെ യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന്, ഗവൺമെൻറ് തീരുമാനിച്ചാൽ മതിയെന്ന്. സുപ്രീം കോടതി വിധിയാണ് കേട്ടോ. അത് നേരത്തെ തീരുമാനിച്ച ഹൈക്കോടതിയായിരുന്നു, ഇപ്പോൾ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. കർണാടക നേഴ്സിംഗ് കോളേജിന് അനുകൂലമായ വിധി വന്നു. പക്ഷേ അതല്ല, കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് 5 പൈസ കൊടുക്കാതെ നിനക്ക് തരും. ആര് തരും? അമ്മ തരും. കാര്യം എന്താ? എല്ലാ കോളേജും ഒക്കെ അമ്മയുടെ കീഴിലാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം അതൊക്കെ. ഏത് കോളേജായാലും ശരി, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, ഏത് രാജ്യമായാലും ശരി. അതുകൊണ്ട് രാത്രി നിയമങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടല്ലേ, രാത്രി നിയമം ചേഞ്ച് ചെയ്യും. അതായത് അമ്മയെ ജനിപ്പിച്ചപ്പോൾ അൾട്ടിമേറ്റ് പവർ കൊടുത്താണ് അമ്മയെ ജനിപ്പിച്ചത്. ഏറ്റവും വലിയ കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിനെ വരെ കവർ ചെയ്തുകൊണ്ടുള്ള ശക്തി കൊടുത്തിരിക്കുകയാണ്. അമ്മയെ ജനിപ്പിച്ച അപ്പൻ എന്നാ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അപ്പം പിശാചിൻ്റെ മേൽ അധികാരം പ്രാപിക്കാൻ വേണ്ടിയുള്ള
ദൈവസംവിധാനത്തിൻ്റെ പേരാണ് അമ്മ. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനെ അറിയാനും ഈശോനെ അനുഭവിക്കുവാനും ഈശോനെ ലോകത്തിന് കൊടുക്കാനും ആത്മരക്ഷ പ്രാപിക്കുവാനും പ്രാപിപ്പിക്കാനും എല്ലാം അതിൻ്റെ അടിസ്ഥാന ഘടകം അമ്മ തന്നെയാണ്. അതാണ് നമ്മൾ അതാണ് അമ്മയെ അറിയേണ്ടവർ ആദ്യം അറിയേണ്ടത് ആരാ? അമ്മേനെ അറിയേണ്ടത്. പിശാചിൻ്റെ മേൽ പോലും അധികാരം കൊടുത്താണ് ദൈവം സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേലും അമ്മയ്ക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രിൻസിപ്പൾ വിളിച്ച് പറയണത്, ചെല്ലുമ്പോൾ തന്നെ സമയമാകുമ്പോൾ സർട്ടിഫിക്കറ്റ് 5 പൈസ വാങ്ങിക്കാതെ കൊടുക്കും. ഇത് തന്നെയാണ് എല്ലാ സാക്ഷ്യങ്ങളുടെയൊക്കെ നേച്ചർ. പക്ഷേ എനിക്കെപ്പോഴും ആശങ്കയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ സത്യസന്ധമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കണത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കണം ഉടമ്പടി കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലർ സന്ധ്യയാകുമ്പോൾ അല്ലെങ്കിൽ അമ്മ പറയണ്ടേ, ഇടി ഉടമ്പടി എടുത്തല്ലേ പ്രാർത്ഥിക്കണ്ടില്ലേ, ആ പെണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പം തന്നെ തീരുമാനമാകും. പോത്തുപോലെ കിടന്ന് ഉറങ്ങണേ, വെയിൽ കൊള്ളണേ, വെയിലായി അടിച്ചല്ലേ, സൂര്യൻ ഉദിച്ചല്ല, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണ്ടേ എന്ന് ചോദിച്ചാൽ ആ ഉടമ്പടി ക്യാൻസലാണ്. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്താ കാര്യം? ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ പ്രാർത്ഥിപ്പിക്കാനാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി ക്യാൻസലാവും. കാര്യം ഇത് നിങ്ങളെ തീക്കൊള്ളി കൊണ്ട് ചുമ്മാ തലച്ചോർക്കരുത്, പഴയ പുഴങ്കളിയും കൊണ്ട് നടക്കരുത്. അതൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നീ ഉടമ്പടി എടുത്തു പോയാൽ കർത്താവിനോട് ഇപ്പം തന്നെ, ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ സോറി പറയണം. കർത്താവ് അത്രയും ഓർത്തില്ല, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം ഒന്ന് പറഞ്ഞ്. കർത്താവ് ദൈവമേ, ഉടമ്പടിയിലെ അവശത കൊണ്ട് അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ, ഞാനത് ക്രമീകരിച്ചു കൊള്ളാം. കർത്താവേ, ഞങ്ങളെടുത്ത ഉടമ്പടിയിൽ കർത്താവെ അതിൻ്റെ നിബന്ധനകൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഇന്ന് സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രോമിസ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ആത്യന്തിക വാഗ്ദാനം. എന്താണ് ഉടമ്പടിയുടെ ആത്യന്തിക വാഗ്ദാനം? അത് പുറപ്പാടിൻ്റെ പുസ്തകം 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ചുമ്മാ വരണല്ലേ, എന്തിനാ വരണത്? സാന്ത്വനപ്പെടുത്താൻ വരിക. അതാണ് കൃപാസനത്തിൻ്റെ ധ്യാനത്തിൻ്റെ പേരെന്നാ? സാന്ത്വനാഭിഷേകം. ഉടമ്പടി ധ്യാനം എന്നാ എൻ്റെ അർത്ഥം. അത് ഈ വചനം അനുസരിച്ച് ചെയ്തിരിക്കുന്നതാ. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യും, ആശ്വാസപ്പെടുത്തുകയും ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ എന്തിനാണ് ഈ ആശ്വാസം? ഈശോ ഇപ്പം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 33-ാം അധ്യായം 14 തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ ആശ്വാസം ദൈവം അവസാനം വരെ തുടരുന്നുണ്ട്. ഈശോ പറയുമ്പോഴെന്താ? അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ ഇടയ്ക്ക് വരിക. അപ്പോൾ 11 മത്തായിയുടെ സുവിശേഷം 11:28. അതായത് ഞാൻ എപ്പോഴും ഓർക്കുകയെ, ബൈബിളിലെ ദൈവം 4000 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം തന്നെയായിരിക്കും, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും നിത്യത വരെ. പരിശുദ്ധാത്മാവാണല്ലോ ഇതെല്ലാം ക്രമീകരിച്ച് ക്രോഡീകരിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൺകറൻറ്റ് ചെയ്ത് മാത്രമേ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിൻ ചെയ്ത് മാത്രമേ എഴുതത്തുള്ളൂ. അതുകാരണം ബൈബിൾ പഠിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിലേക്ക് ഇന്ന് പഠിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ബൈബിൾ വായിക്കല്ലേ നിങ്ങളെപ്പോഴേ? അരമണിക്കൂർ വായിക്കത്തില്ലേ? ഇപ്പം എങ്ങനെ ചെയ്യണേ? 3 മിനിറ്റ് ആദ്യം വായിച്ചിട്ട് 30 ടേംസ് എടുക്കും അല്ലേ? 30 വചനങ്ങൾ എടുത്തിട്ട് പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം വായിക്കും. സമയം എപ്പോഴാണ് കിട്ടണത്? ചുമ്മാ വായിച്ച് പോകരുതേ. ഒരു 30 വാക്ക് എടുക്കുക. എന്നാൽ 30 വാക്ക് തന്നെ ഇരിക്കണം. ആ ദിവസം മൊത്തം ആവർത്തിച്ച് വായിക്കണം, പ്രാർത്ഥിച്ച് വായിക്കണം. കാര്യം എഴുതിയ ആളെ ഓർത്ത് വേണം വായിക്കാൻ. എഴുതിയ ആരാ?
പരിശുദ്ധാത്മാവാണ് എഴുതിയത്. അപ്പോസ്തലന്മാർക്ക് ചോക്കല്ലേ? ചോക്കാണോ എഴുതണത്? അധ്യാപകനാണ് എഴുതണത് അല്ലേ? ചോക്ക് കൊണ്ടാണ് എഴുതണത്. ഇപ്പം അപ്പോസ്തലന്മാർക്ക് ചുമ്മാ ഉപകരണം മാത്രമാണ്, എഴുതുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ 4000 കൊല്ലം മുമ്പ് മോസസിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് അറിയാം. പിന്നെ പത്രോസിലൂടെ പറയുമ്പോൾ മോസസിനോട് പറഞ്ഞ കാര്യങ്ങളോട് കൺകറ ചെയ്ത് ട്രിം ചെയ്ത വാക്കുകൾ മാത്രമേ പരിശുദ്ധാത്മാവ് പറയത്തുള്ളൂ. അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് വേണം ഇരുന്ന് പാടണം. അവർക്ക് വട്ട് പിടിച്ചത്, അവർക്ക് വിചിത്തി കയറിയെന്ന് പറയും. ജനങ്ങൾ പറയട്ടെ, എന്നെയൊക്കെ ആദ്യം പറയുമായിരുന്നു, 10 മൂത്തിരിക്കുകയാണ് വട്ടാളെന്ന് പറയുമായിരുന്നു. എൻ്റെ മുറിയിലൊക്കെ സെമേരി എഴുതി വെക്കുമായിരുന്നു. അരവട്ടന്മാരെ VPH ബ്രദർ VP ജോസഫ് അരവട്ടന്മാരെ മുഴുവട്ടന്മാരാക്കി കൊടുക്കപ്പെടുമെന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചാൽ എനിക്ക് ഇഷ്ടമായിരുന്നു അതൊക്കെ പറയാൻ കേൾക്കണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളുടെ ആ ഭക്തിയെ കാണുമ്പോൾ, പ്രാർത്ഥന കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. എന്താ പറയണത്? നമ്മളത് ഈശോനെ പ്രതിയാണ് അത് ഏറ്റെടുക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ അവരെന്ത് പോലെ പറയും, അതുകൊണ്ട് നമ്മൾ പാടണ്ട എന്നൊക്കെ പറയും. ഇനി ഞങ്ങളെ കടന്ന് സ്വരം ഉണ്ടാക്കും, അല്ലെങ്കിൽ അപ്പം വെള്ളമടിക്കാരനാണ്, അപ്പം കിടന്ന് സ്വരം ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ പതുക്കെ പ്രാർത്ഥിച്ചേക്കാം, പതുക്കെ പാടിയേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ ആരെയാണ് മൂടി വെക്കണത്? കർത്താവിനെയാണ്. വെള്ളമടിക്കാരൻ അപ്പനെ കാണുമ്പോൾ വചനത്തിൻ്റെ സ്വരം കുറക്കണത് എന്താണ്? സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. ഞാൻ പോയില്ലേ, ഞാൻ വചനം വായിച്ചിട്ടേ കുഴപ്പമില്ലെന്ന്. അപ്പം തന്നെ നമുക്ക് നമ്മളെ ജാമ്യത്തിലെടുക്കേണ്ടി വരും. ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ വിശ്വാസം ഏറ്റു പറയണം. പണ്ടൊക്കെ ഈശോ വഴിയെ കൂടി പോയാൽ മതി, ചേറും ചെളിയുമാണെങ്കിൽ ഞാൻ ഇവിടെ മുട്ടേ നിൽക്കും. എപ്പോഴാണെന്ന് അറിയാമോ? ഈ പഠിക്കുന്ന കാലത്ത് സെമേരി പഠിക്കുന്ന കാലത്ത് 2ാമത്തെ കുർബാനയ്ക്ക് തിരിച്ചു പോകുമ്പോൾ 2ാമത്തെ കുർബാനയ്ക്ക് ഞാൻ പള്ളിയിൽ പോണത്. അപ്പോൾ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ചിലപ്പോൾ കുർബാനയും കൊണ്ട് രോഗികൾക്ക് പോകുമ്പോൾ കൊച്ചനായിരിക്കും 2ാമത്തെ കുർബാനയ്ക്ക്. പക്ഷേ കുർബാനയും കൊണ്ട് വരുമ്പോൾ കടപ്പുറത്തായാലും ശരി, വഴിയിലായാലും ശരി, മഴയാണെങ്കിലും ശരി, അവിടെ മുട്ടേ നിൽക്കും. അപ്പം കർത്താവിനറിയാം നമ്മൾ ആരാണെന്നറിയാം, ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടെന്നറിയാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസം നേടിയാൽ പിന്നെ നിൻ്റെ കാര്യത്തിലൊരു കുഴപ്പമുണ്ടാകത്തില്ല. ദൈവം ആരാണെന്ന് നീ അറിയും. വേറെ കുഴപ്പങ്ങൾ ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണത്, നിങ്ങൾ നല്ല വിശ്വാസികളാണെന്ന് ദൈവത്തിന് തോന്നണില്ല. അതാണ് ഒരു കുഴപ്പം വന്നിരിക്കുന്നത്. നമ്മൾ നല്ല വിശ്വാസികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ഇറങ്ങി വരും. പ്രത്യേകിച്ച് ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ദൈവത്തെ കണ്ണേ കണ്ണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് ആദ്യം അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ സിൽവർ ഗ്രേ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം, ലോകത്തിന് ആർക്കും അറിയാത്ത രഹസ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈശോൻ്റെ അരികാൻ നിൽക്കണത്, ഞാൻ ബലിപീഠത്തെ തൊട്ടതാണ് ഈ പറയണത്. അതായത് ഞാൻ കണ്ട അമ്മ തന്നെയാണിത്. ഇതാണ് എൻ്റെ അത്ഭുതം എന്ന് പറയണത്. എന്നിട്ട് ഞാൻ കണ്ട അമ്മയെ ചമ്പക്കുളത്ത് ശില്പിയോട് 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് കൊടുത്തത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാനൊരു പടം കൊടുത്തില്ലല്ല, ഞാനൊരു വിമല ഹൃദയത്തിൻ്റെ പടം കൊടുത്തു. പക്ഷേ അതല്ല ഇത്. ഞാൻ ലൈറ്റിട്ട് നോക്കുമ്പോൾ, ഞാൻ സന്ധ്യയ്ക്ക് രാത്രി ഒറ്റയ്ക്ക് വരും ഇവിടെ കൊന്തയില്ലാൻ വേണ്ടി 10 മണിക്കൊക്കെ വരുമ്പോൾ ഒരു ലൈറ്റ് മാത്രം ഇട്ടൊക്കെ ഇവിടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ണ് നിറയും നമ്മുടെ. എന്താ ഇതെങ്ങനെ ഒത്തെന്ന് ഞാൻ ഓർക്കും. ഞാൻ കണ്ട അമ്മയെ തന്നെയാണല്ലോ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്താ? ശില്പി അല്ല ചെയ്തത്. അമ്മയുടെ തീർച്ചയായിട്ടുമുള്ള അമ്മയുടെ ഒരു കരവിരുത് അതിനകത്ത് കാണും. ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ മുഖത്ത് മുഴുവൻ ഈ മസൂരിക്കല പോലെ കുരുവിങ്ങനെ കുനുകുനാന്നിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. കാരണം കല്യാണം വരണില്ല. അപ്പോൾ ഒരു അമ്മ എങ്ങ് കോട്ടയം കിഴക്കുന്ന ഒറ്റയ്ക്ക് 5 മണി രാത്രിക്ക് അവിടെ നിന്ന് പോകുന്നു, വെളുപ്പിന് അങ്ങോട്ട് നിന്ന് പോന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തേച്ചും മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ്, അമ്മ നിൻ്റെ മുഖം സുന്ദരമായിട്ടുണ്ട്, എൻ്റെ മകളുടെ മുഖവും നിൻ്റെ മുഖം പോലെ ആയിരിക്കണം, അവൾക്ക് കല്യാണം നടക്കണില്ല എന്ന് പറഞ്ഞു. കാരണം ഈ മുഖം ഇങ്ങനെ മോശമായിരിക്കണേ, കല്യാണം നടക്കണില്ല, കുറേ കുത്തിങ്ങനെ പൊങ്ങിയിരിക്കുക. ഈ കുരുവല്ല, ഇങ്ങനെ ഒരു തരം ഇങ്ങനെ പൊറ്റ പിടിച്ചിരിക്കണം. കുരു ഇങ്ങനെ ബലമുള്ള കുരുവാണ്, ഇങ്ങനെ എടുത്താൽ മാറ്റണില്ല. അപ്പോൾ അത് പോണില്ല. അപ്പോൾ അവൾ അത്രേ പറഞ്ഞോളൂ. അവിടംപടി തൈലം ഉപ്പും കൂടി ചേർത്ത് അതാ ഈ അമ്മ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആ മകൾ അമ്മയുടെ കൂടെ ഇല്ല, ഡൽഹിയിലോ എവിടെയോ ആണ്, അകലെ എവിടെയോ ആണ്.
പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സംഭവം മൊത്തം പോയി. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എനിക്കത് മനസ്സിലായത് എന്തും പറയാവുന്ന ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. എന്തും പറയാവുന്ന, ഇപ്പോൾ ബ്ലീഡിങ് ആണെങ്കിൽ ഇപ്പോൾ 40 ദിവസമൊക്കെ നിൽക്കണ ബ്ലീഡിങ് അല്ലേ, സങ്കടം കൊണ്ട് ബസ്സിലിരുന്നൊക്കെയാണ് പറയണതേ. ആ സമയത്ത് അത് തീരും, എല്ലാം കേൾക്കും, എന്തും പറയാൻ. ദൈവത്തിൻ്റെ സ്നേഹം അമ്മയായി അങ്ങനെ നമ്മുടെ കൂടെ അങ്ങ് താമസിക്കുകയാണ്.